മധ്യപ്രദേശ് സ്വദേശികളായ ഋഷഭ് രജ്പുത്തും സൊനാലി ചൗക്സിയും 11 വർഷം മുമ്പ് കോളേജിൽ വെച്ച് കണ്ടുമുട്ടുന്നു, പ്രണയത്തിലാകുന്നു. കഴിഞ്ഞ മാസം ഇരുവരും വിവാഹിതരായി. പ്രണയസാഫല്യത്തിന്റെ സന്തോഷദിനമായ വിവാഹദിനത്തിൽ ദമ്പതികൾ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതും ആഡംബരപൂർണ്ണമായി പോസ് ചെയ്യുന്നതും അവരുടെ വിവാഹത്തിൽ താലി ചാർത്തുന്നതും ബന്ധുക്കളോടൊപ്പം നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതടക്കമുള്ള വിവാഹത്തിന്റെ ഫോട്ടോകൾ, വീഡിയോകളൊക്കെ സാമൂഹിക മാധ്യമത്തിലിടുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഋഷഭിന്റെ സഹോദരിയാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് ഈ പോസ്റ്റുകൾ ഇടുന്നത്. എന്നാൽ ആശംസാ കമന്റുകളൊക്കെ വന്നു. പക്ഷേ ഈ പോസ്റ്റുകൾക്ക് താഴെ ആശംസാ കമന്റുകളേക്കാൾ കമന്റ് ബോക്സിൽ നിറഞ്ഞത് അത്യന്തം തീവ്രമായ റേസിസമാണ്. കാരണം വരന്റെ ചർമ്മത്തിന്റെ ഇരുണ്ട നിറവും വധുവിന്റെ നിറം വെളുത്തതുമാണത്രേ. അതായത് 2025 കുറേയധികം ഗോത്ര ചിന്തയുള്ള മനുഷ്യന്മാർ പറയുകയാണ്, ഇരുണ്ട ചെറുക്കനും വെളുത്ത പെണ്ണും വിവാഹം കഴിക്കാൻ പാടില്ലത്രേ. വളരെ മോശമായ ഭാഷയിൽ ഇരുവരെയും കളിയാക്കി. വധുവിനെയും വെറുതെ വിട്ടില്ല. എന്തിനാണ് ഇവരെ വിവാഹം കഴിച്ചതെന്ന സാരോപദേശങ്ങൾ കമന്റ് ബോക്സിൽ നിറഞ്ഞു. വരന്റെയും വധുവിന്റെയും ചർമ്മത്തിന്റെ നിറത്തെക്കുറിച്ച് ദമ്പതികളെ താരതമ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്ന ട്രോളുകളായിരുന്നു ഇവയിൽ കൂടുതലും. വരന് അദ്ദേഹത്തിന്റെ ഇരുണ്ട നിറത്തിന്റെ പേരിൽ കടുത്ത അപമാനമുണ്ടാക്കുന്ന ട്രോളുകളിൽ ഉണ്ടായി. ഇവയിൽ ഭൂരിപക്ഷവും അദ്ദേഹത്തിന്റെ നിറത്തെക്കുറിച്ച് കമന്റുകളായിരുന്നു. വരന്റെ ചർമ്മത്തിന്റെ ഇരുണ്ട നിറത്തെ പലരും വളരെ മോശമായ ഭാഷയിൽ കളിയാക്കി. ഈ കൂട്ടർ വധുവിനെയും വെറുതെ വിട്ടില്ല. പലരും വധു വരന്റെ പണം കണ്ടിട്ടാണ് അയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്ന് പോലും കുറ്റപ്പെടുത്തി. അതായത് ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത, ഇതൊരു പ്രണയവിവാഹമായിരുന്നു എന്ന് പോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയില്ലാത്ത, അല്ലെങ്കിൽ ഇവരുടെ കുറിച്ച് ആരുമല്ലാത്ത, ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത, സ്വാധീനിക്കാത്ത കുറേയധികം വ്യക്തികൾ പുറത്തിരുന്ന് പറയുകയാണ്, കറുത്ത ചെറുക്കന് കറുത്ത പെണ്ണ് തന്നെ വേണം, കറുത്ത ചെറുക്കന് ഒരിക്കലും വെളുത്ത പെണ്ണിനെ വിവാഹം കഴിക്കാൻ പാടില്ല. അങ്ങനെ പെണ്ണ് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൾ മറ്റേതെങ്കിലും ഒരു മോട്ടീവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവനെ വിവാഹം കഴിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഇത്തരമൊരു ഭർത്താവിനൊപ്പം വധുവിന് സന്തോഷമായിരിക്കാൻ കഴിയില്ലെന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ചിലർ അവളെ സ്വർണം കണ്ട് മോഹിച്ച് അവനെ വിവാഹം കഴിച്ച ആളെന്ന് മുദ്ര കുത്തുന്നു. സമ്പത്തിനോ സുരക്ഷിതമായ സർക്കാർ ജോലിക്കോ വേണ്ടി അവൾ അവനെ വിവാഹം കഴിച്ചുവെന്ന് കുറ്റപ്പെടുത്തി. എന്നാൽ ദമ്പതികൾ തങ്ങളെ കളിയാക്കിയവരെ നേരിട്ട രീതിയും പിന്നീട് വൈറലായി. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ പ്രാദേശിക മാധ്യമങ്ങൾ അവരെ അന്വേഷിക്കുകയും നിരവധി അഭിമുഖങ്ങൾ ഇവർ മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഇവർ അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഋഷഭ് രജ്പുത്തും ഭാര്യയും സാമൂഹിക മാധ്യമത്തിലും അടക്കം പ്രാദേശിക മാധ്യമങ്ങളോടും തങ്ങളുടെ അഭിമുഖത്തിൽ വ്യക്തമാക്കി. 2014 സുവോളജി ബിരുദ സമയത്താണ് ഈ രണ്ടുപേരും പരിചയപ്പെടുന്നത്. അങ്ങനെ ആദ്യം ഒരു ക്രഷ് തോന്നിയ ആളുകൾ ഇത് സ്വാഭാവികമായ ഒരു ക്രഷാണെന്ന് മാത്രം വിചാരിക്കുകയും തുടർന്ന് NCCയുടെ ഒരു 10 ദിവസത്തെ ക്യാമ്പിൽ പോകുന്നു. ഈ ക്യാമ്പിൽ വെച്ച് ഇരുവരും പ്രണയം തുറന്നു പറയുകയും അവിടെ നിന്ന് ഇവർ ഏകദേശം 11 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രണയബന്ധത്തിലേക്ക് ഏർപ്പെടുന്നു. ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് ഗ്രാജുവേഷൻ എടുത്തു, ഇരുവർക്കും ജോലി ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ പ്രണയത്തിന്റെ സാഫല്യമായ ഒടുക്കം പരസ്പര സമ്മതത്തോടുകൂടി ഇവർ വിവാഹം കഴിക്കാനും തീരുമാനിച്ചു. അതാണ് ഇവരുടെ കഥ. നമ്മൾ എത്ര പേർക്ക് ഈ കഥയറിയാം? പക്ഷേ നമ്മളുടെയൊക്കെ തലച്ചോറിൽ ഇപ്പോഴും കറുത്തതും വെളുത്തതുമൊക്കെയായി ആളുകളെ തരംതിരിക്കുന്നിടത്ത് ഇവരുടെ പ്രണയകഥയൊന്നും ആരും കേൾക്കാൻ തയ്യാറായില്ല. ചില ആളുകളുടെ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് ഋഷഭ് പറയുന്നത്. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഇത്രയും വർഷത്തിനിടയിൽ തനിക്ക് ഇരുണ്ട നിറമുള്ളതിനാൽ ഒരു പൊരുത്തക്കേടാണെന്ന് ആരും തങ്ങളോട് പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരം കമന്റുകൾ തന്നെയും തന്റെ വധുവായ സൊനാലി ചൗക്സിയെയും വിഷമിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. സർക്കാർ ജോലിയുള്ളത് കൊണ്ടാണ് സൊനാലി തന്നെ വിവാഹം ചെയ്തതെന്ന് കളിയാക്കിയവരോട് രജ്പുത്ത് സോഷ്യൽ മീഡിയയിലൂടെ മറുപടി നൽകി. താൻ സർക്കാർ ജീവനക്കാരനല്ല എന്നും താൻ ഏതെങ്കിലും മന്ത്രിയുമല്ല, താനൊരു സാധാരണക്കാരനാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കോളേജ് മുതൽ ഇന്ന് വരെ എല്ലാ നല്ലതും ചീത്തയുമായ നിമിഷങ്ങളിലും സൊനാലി തന്നോടൊപ്പം നിന്നുവെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ജീവിതകാലം മുഴുവൻ താൻ വർണ്ണവിവേചനം നേരിട്ടിട്ടുണ്ടെന്നും രജ്പുത്ത് പറയുന്നു. 30 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ 11 വർഷം പഴക്കമുള്ള സ്നേഹബന്ധം ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നോക്കൂ, നമ്മുടെ നാട്ടിൽ പണവും ശരീര സൗന്ദര്യവും തറവാട് മഹിമയും ഒക്കെ നോക്കി ധാരാളം ആളുകളെ വിവാഹം കഴിച്ച് വിടാറുണ്ട്. ഇവരുടെ മനപ്പൊരുത്തമൊന്നും ആരും നോക്കാറില്ല. പക്ഷേ പിന്നീട് അത്തരത്തിലുള്ള ബഹുഭൂരിപക്ഷം വിവാഹങ്ങളിലും നടക്കുന്നത് എന്താണ്? സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിലുള്ള പീഡനങ്ങൾ, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഇഷ്ടമില്ലാത്തൊരു പാർട്ട്ണറിനൊപ്പം ജീവിക്കേണ്ടി വന്ന ഗതികെട്ട കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ 2025 നമ്മുടെ പ്രശ്നം ഇപ്പോഴും കറുപ്പും വെളുപ്പുമുള്ള തൊലികളാണ്. ഒരു ഇരുണ്ട നിറമുള്ള ഒരു പുരുഷനും വെളുത്ത നിറമുള്ള ഒരു സ്ത്രീയും തമ്മിൽ വിവാഹം കഴിച്ചാൽ എന്താണ്? എല്ലാത്തിനുമൊക്കെ ഉപരിയായി നമ്മുടെ ഉള്ളിൽ ഓടുന്ന രക്തത്തിന് ഒരേ നിറമാണെന്നുള്ളൊരു ബോധ്യം പോലും എന്തുകൊണ്ടാണ് ഇത്തരക്കാർക്ക് വരാത്തതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.